അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്വാ സ്വലാത്തു മജ്ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും തിരുനോട്ടവും നാം ഓരോരുത്തരുടെ മേലും നിരന്തരം ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എപ്പോൾ എവിടെ വെച്ച് മരണപ്പെട്ടാലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ നിലയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശന സൗഭാഗ്യത്തിൻ്റെ ആ സൗരഭ്യം ഉൾക്കൊണ്ടുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജമാദുൽ ആഖർ 21 മഹാനായ സയ്യിദുനാ മൗലാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ അവിടുത്തെ വിയോഗത്തിൻ്റെ ദിവസമാണിന്ന്. നമുക്കറിയാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉൾക്കൊള്ളാതിരിക്കാനും അവിടുത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും അവിടുത്തെയുടെ മാഹാത്മ്യം വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. സയ്യിദുനാ മൗലാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഉത്തമ സുഹൃത്തായിരുന്നു, ഏറ്റവും ഉറ്റ തോഴനായിരുന്നു, ഏറ്റവും വിശ്വാസിയായ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനായിരുന്നു. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരൊറ്റ യാത്ര, ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര, ആ യാത്രയ്ക്ക് തുല്യമായ ഒരു യാത്ര അള്ളാഹുവിൻ്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും നടത്തിയിട്ടുണ്ടാവില്ല. ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ ഹബീബിനോടൊപ്പം ഉണ്ടായിരുന്ന ആ കൂട്ടുകാരനോളം വലിയ ഒരു കൂട്ടുകാരൻ, വലിയ ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒപ്പം നിന്ന ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബോഡി ഗാർഡായി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംരക്ഷകനായി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാവൽക്കാരനായി മറ്റൊരിക്കലും ഒരാളും അത്രയും ശക്തിയായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാറു സൗറിലേക്ക് കയറുന്നതിന് മുമ്പ്, ഞാൻ കയറട്ടെ ഹബീബെ, അങ്ങ് നിൽക്കുക, അതിനകത്ത് എന്താണുള്ളതെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വന്നിട്ട് അങ്ങ് കയറിയാൽ മതി എന്ന് പറഞ്ഞ ആ കാണിച്ച ജാഗ്രതയോളം വലിയ ജാഗ്രത മറ്റൊരാളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കാണിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ തലവെച്ച് മടിയിൽ തലവെച്ച് ഉറങ്ങിയിടത്തോളം അത്രയും സുരക്ഷാ ഭീഷണിയുടെ ഘട്ടത്തിൽ വളരെ ശാന്ത മനസ്സനായി അള്ളാഹുവിൻ്റെ ഹബീബ് ഉറങ്ങിയെങ്കിൽ അതിന് തുല്യമായ ഒരു ഉറക്കം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാറിടത്തിലേക്ക് അന്ന് മൂർഖൻ പാമ്പിൻ്റെ കടികാലിൽ കൊണ്ട് കണ്ണിൽ നിന്ന് രക്തത്തുള്ളികളെപ്പോലെ കണ്ണീരൊഴുകി വന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാറിടത്തിൽ വീണ റസൂലുള്ളാഹിയുടെ ആ നെഞ്ചകത്തിൽ ആ റസൂലുള്ളാഹിയുടെ മാറിടത്തിൽ അതുപോലൊരു തുള്ളി കണ്ണീരും ഒരിക്കലും വീണിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകോട്ട് മാറിയിട്ടില്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ലോകത്തെ എല്ലാ വിശ്വാസിനികളായ സ്ത്രീകൾക്കും എക്കാലവും മാതൃകയായ വിശ്വാസി സമൂഹത്തിന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും, അവിടുത്തെയുടെ വീടിനുള്ളിലെ നിമിഷങ്ങൾ, അവിടുത്തെയുടെ ഭാര്യയോടൊപ്പം ചെലവഴിച്ചിട്ടുള്ള നിമിഷങ്ങൾ, അവിടുത്തെയുടെ ഭക്ഷണം, അവിടുത്തെയുടെ ഉറക്കം, അവിടുത്തെയുടെ വസ്ത്രം, അവിടുത്തെയുടെ നഖം വെട്ടൽ, അവിടുത്തെയുടെ വസ്ത്രം ധരിക്കൽ, അവിടുത്തെ കുളിക്കുന്നതെങ്ങനെ, അവിടുന്ന് വുളൂ ചെയ്യുന്നതെങ്ങനെ, ഇങ്ങനെ സർവ്വ കാര്യങ്ങളെപ്പറ്റിയും വിശ്വാസി സമൂഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള, കൃത്യമായി റസൂലുള്ളാഹിയുടെ ആ ജീവിതത്തിൻ്റെ മഹോന്നതമായ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് തന്ന അവിടുത്തെയുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരു കൂട്ടുകാരിയെ, ഒരു പ്രിയതമയെ മറ്റാരും സമ്മാനിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വേർപാടിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപെട്ടു എന്ന് കേട്ടപ്പോൾ അന്താളിച്ച് നിന്നുപോയ സമൂഹം
തകർന്ന് തരിപ്പണമായി പോകുമായിരുന്ന മാനസികാവസ്ഥയിൽ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വീര കേസരികൾ പോലും തളർന്ന് തരിപ്പണമായി പോയ ഘട്ടത്തിൽ അതിശക്തമായി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇം മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബിക്കും ഫമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ എന്ന വിശുദ്ധ ഖുർആൻ സൂക്തം ഉറക്കെ ഓതിക്കൊണ്ട് വിശ്വാസി സമൂഹത്തെ പിടിച്ചു നിർത്തിയിടത്തോളം ഇസ്ലാമിക സമൂഹത്തിന് സേവനം ചെയ്ത ഒരു വ്യക്തിയെയും നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ. നമുക്കറിയാം, ജീവിതത്തിൽ മൊത്തം ലാളിത്യം പുലർത്തിയ വളരെ മിതത്വത്തോടു കൂടി പെരുമാറിയിരുന്ന, വളരെ ശാന്ത സ്വഭാവിയായിരുന്ന അതേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് സക്കാത്ത് നിഷേധിച്ചവർക്കെതിരെ യുദ്ധം നടത്തുന്നതിൽ പ്രമുഖരായ പല സഹാബാക്കളും പകച്ചു നിന്ന ഘട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഇതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മുനാഫിക്കുകളുടെ വർധനവ് കൊണ്ട് ഇസ്ലാമിക സമൂഹം ഭീഷണി അഭിമുഖീകരിച്ചപ്പോൾ മുനാഫിക്കുകളുടെ ചോര കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അതിനോളം തുല്യമായ ധീരത ചരിത്രത്തിൽ ഒരു ഭരണകർത്താവും കാണിച്ചിട്ടുണ്ടാവില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അബൂബക്കറെ ദുനിയാവിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അന്നളുറു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വഇൻഫാഖു മാലി ലദൈക, തിരുദൂതരെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്, അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കലാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി ചെലവഴിക്കലാണ് എന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വേർപാടിന് ശേഷവും അവിടുത്തെയുടെ ആത്മീയ സാന്നിധ്യത്തിൻ്റെ നിഴലും പ്രകാശവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇസ്ലാമിക സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ആദ്യം അള്ളാഹുവിൻ്റെ ഹബീബിന് ശേഷം ആ കഴിവും പ്രാഗൽഭ്യവും ഭരണവൈഭവവും ലോകത്തിലെ എക്കാലത്തെയും ഭരണകർത്താക്കൾക്ക് മാതൃകയും കാണിച്ചു കൊടുത്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അബൂബക്കറെ, എന്താണ് ഈ മഹത്വത്തിൻ്റെ അങ്ങയ്ക്കിങ്ങനെ കിട്ടിയിട്ടുള്ള ഈ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? അള്ളാഹു തആല അങ്ങയ്ക്ക് ഒരുപാട് പ്രാധാന്യം തന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങയെ ഒരുപാട് സ്നേഹിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിൻ്റെ ഹബീബ് ഏറ്റവും ആദ്യം ഈ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്നത് അങ്ങാണെന്ന് പ്രഖ്യാപിച്ചു. ഏറ്റവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട 360ഓളം ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞതിൽ ആ ഗുണങ്ങൾ മൊത്തം അങ്ങയിൽ സമ്മേളിച്ചു. എന്തുകൊണ്ടാണ് അബൂബക്കറെ ഇത്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ലാളിത്യത്തോടു കൂടി പറഞ്ഞ മറുപടി, ഉമറേ, മനുഷ്യരിൽ ഒരു വിഭാഗം അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ദുനിയാവിൻ്റെ പിറകിൽ ദുനിയാവിനെ തേടിക്കൊണ്ട് നടക്കുന്നു. മറ്റൊരു വിഭാഗം അവർ ആഖിറത്തെ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തെ തേടിക്കൊണ്ട് ആഖിറത്തിൻ്റെ ഗുണഗണങ്ങൾ സന്തോഷങ്ങൾ തേടിക്കൊണ്ട് അവർ ജീവിക്കുന്നു. എന്നാൽ ഞാൻ ദുനിയാവിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ആഖിറത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, എൻ്റെ മൗലാക്ക് വേണ്ടിയാണ്, എൻ്റെ റബ്ബിന് വേണ്ടിയാണ്. എൻ്റെ ഹൃദയത്തിൽ ദുനിയാവിനും സ്ഥാനമില്ല, ആഖിറത്തിനുമല്ല സ്ഥാനം, എൻ്റെ റബ്ബിനാണ് സ്ഥാനം. അതല്ലാത്ത മറ്റൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ആ റബ്ബിനോടുള്ള സ്ഥാനമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ വിശ്വാസത്തിൻ്റെ ദൃഢത ശക്തമാക്കിയത്. ആ അബൂബക്കറിൻ്റെ ഹൃദയാന്തരാളങ്ങളുടെ അതിൻ്റെ പ്രതിഫലനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, അബൂബക്കറിന് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട സർവ്വ ഗുണങ്ങളും സമ്മേളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന്, ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് അബൂബക്കറാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഒരുപാട് മഹാത്മ്യങ്ങളുടെ ഉടമയായ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ആ മഹോന്നതമായ വ്യക്തിത്വം, ആ ഒരൊറ്റ രാത്രി ഒരു റസൂലുള്ളാഹിയുമായിട്ടുള്ള ആ 6 സൗറിൽ ഒരു സഹവാസം, ആ സഹവാസത്തിൻ്റെ പേരിൽ അള്ളാഹു തആല പോലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിനോടൊപ്പം പേര് പറഞ്ഞല്ലെങ്കിലും ചരിത്രത്തിനും ലോകത്തിനും മൊത്തം എക്കാലവും മനസ്സിലാക്കാൻ കഴിയുന്നവണ്ണം സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ
ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ അവസാന കാലം വരെയും നമസ്കരിക്കുന്ന ഓരോ നമസ്കാരക്കാരനും അവൻ്റെ നമസ്കാരത്തിൽ റുക്കൂയിൽ നിന്ന് എണീക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റസൂലുള്ളാഹിയുടെ തൊട്ടുപുറകിൽ നമസ്കരിക്കാൻ വന്ന് നിന്നപ്പോൾ ഒരു 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 നമസ്കാരത്തിൻ്റെ ആദ്യ റക്അത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമസ്കരിക്കാനുള്ള ഭാഗ്യം പെട്ടെന്ന് വന്ന് കിട്ടിയപ്പോൾ കിട്ടിയ ആ അള്ളാഹുവിനെ സ്തുതിച്ച ആ ഒരു സ്തുതി അർശിൽ സൃഷ്ടിച്ച ചലനങ്ങൾ കൊണ്ടാണ് ലോകത്തിൻ്റെ അവസാനം വരെയും ഓരോ നമസ്കാരത്തിലും സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊരു പദപ്രയോഗം എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ മൗലാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ഈ രാവിലെ യാസീൻ ഓതി അവിടുത്തെ പേരിൽ ദുആ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ 11 പ്രാവശ്യം ഫാത്തിഹ ഓതി 33 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസും ഓതി അദ്ദേഹത്തിന് വേണ്ടി ഹദിയ ചെയ്യുക. ഇതൊന്നും കഴിയാത്തവണ്ണം തിരക്കിലായി പോയാൽ ഒരു ഫാത്തിഹയും 3 ഖുൽ ഹുവല്ലാഹു അഹദും എങ്കിലും ഓതിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഇന്നത്തെ ഈ രാത്രിയിൽ ഹദിയ ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും ദുആ രക്കണം. അസ്വസ്ഥതകളും അസുഖങ്ങളും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യവും ഷിഫയും കരുണയും സംരക്ഷണവും ഉണ്ടാകാൻ ദുആ രക്കണം. അള്ളാഹു നമ്മെ ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.